വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവ ചത്ത നിലയിൽ പിലാക്കാവ് ഭാഗത്താണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കഴുത്തിൽ ആഴത്തിലുള്ള 2 മുറിവുകളും ശരീരത്തിൽ പരിക്കുമുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കൽപ്പറ്റ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പിലാക്കാവ് ഭാഗത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ പരിക്കുകളും കഴുത്തിൽ ആഴത്തിലുള്ള 2 മുറിവുകളുമുണ്ട്. മുറിവിന് പഴക്കമുണ്ട്. കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയാണ് ചത്തതെന്നാണ് സംശയം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. എന്നാൽ കടുവ അവിടെ നിന്നും നീങ്ങുകയായിരുന്നു. പിന്നീടാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നു തന്നെ നടത്തും. കടുവയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം കടുവയ്ക്കായി കാടുകയറിയുള്ള പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് കടുവ ചത്തത്. ഈ കടുവ തന്നെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാരക്കൊല്ലിയിലെ ആദിവാസി സ്ത്രീയായ രാധയെ ആക്രമിച്ചു കൊന്നതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് മരിച്ച രാധ. കാപ്പി പറിക്കാൻ സ്വകാര്യ തോട്ടത്തിലേക്ക് പോകുന്നതിനിടെയാണ് രാധയെ കടുവ കൊന്നത്. 100 മീറ്ററോളം രാധയുടെ മൃതദേഹം കടുവ വലിച്ചു കൊണ്ടുപോയി. പകുതി ഭക്ഷിച്ച നിലയിലാണ് വനത്തോട് ചേർന്ന് തണ്ടർബോൾട്ട് സംഘം രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.